ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാം ഘട്ട നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. 48 സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നേതാക്കളുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തി. ബീഹാറിലെ പാറ്റ്നയിൽ നിന്ന് വിനീത വിജി തത്സമയം ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. പറയൂ വിനീത, വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഞാനിപ്പോൾ നിൽക്കുന്നത് തേജസ്വി യാദവിന്റെ വസതിക്ക് മുന്നിലാണ്. ഇന്നലെ രാത്രിയൊക്കെ നിർണായകമായിട്ടുള്ള ചില ചർച്ചകളും ഒക്കെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നേതാക്കൾ ഇവിടെ എത്തുകയും കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് ഏറെക്കുറെ തന്നെ എല്ലാ കാര്യത്തിലും ധാരണയായിരിക്കുന്നു. ഇന്നലെ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചതിന് തൊട്ട് പിന്നാലെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് മഹാസഖ്യത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 48 പേരുടെ പട്ടികയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിൽ 24 പേരാണ് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നത്. വനിതകളുണ്ട്. പ്രമുഖ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ആദ്യഘട്ട പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി ലാലു പ്രസാദ് യാദവുമായി രാഹുൽ ഗാന്ധി സംസാരിക്കുകയുണ്ടായി. ഈ സീറ്റ് ധാരണ സംബന്ധിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നൊക്കെ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതിന് പിന്നാലെ ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു 11 മണിയോടുകൂടിയൊക്കെയാണ് കോൺഗ്രസിന്റെ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നത്. മറ്റു പാർട്ടികളൊക്കെ ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് തന്നെ കടന്നിരിക്കുകയാണ്. ഇന്ന് അമിത്ഷാ ബീഹാറിലേക്ക് എത്തിയിട്ടുണ്ട്. നിതീഷ് കുമാറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. BJP സംസ്ഥാന അധ്യക്ഷനുമായി ദിലീപ് ജയ്സ്വാളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം, ഒപ്പം ഈ താരപ്രചാരകരൊക്കെ തന്നെ ബീഹാറിലേക്ക് എത്തുന്നുണ്ട്. അവരുടെ പരിപാടികൾ ഏത് രീതിയിൽ അത് അവലോകനം ചെയ്യണം, അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. ഏതാണ്ട് കൂടിക്കാഴ്ച 4 മണിക്കൂറോളം നീണ്ടു നിന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. താരപ്രചാരകർ എന്ന നിലയിൽ 40 പേരുടെ പട്ടിക ഇതിനോടകം തന്നെ BJPയും പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ പ്രധാനമന്ത്രിയുണ്ട്, കേന്ദ്രമന്ത്രിമാരുണ്ട്, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുണ്ട്. ഇങ്ങനെ എല്ലാ പ്രമുഖ നേതാക്കളും ഇനി വരും ദിവസങ്ങളിൽ ബീഹാറിലേക്ക് എത്തും. അവർ BJPയുടെ പ്രചരണത്തിന്റെ ഭാഗമായി, NDAയുടെ പ്രചരണത്തിന്റെ ഭാഗമായി വിവിധ റാലികളിലും റോഡ് ഷോകളിലും പൊതുസമ്മേളനങ്ങളിലും ഒക്കെ തന്നെ പങ്കെടുക്കുകയും ചെയ്യും. ഒപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രമുഖ നേതാക്കളൊക്കെ തന്നെ മഹാസഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തിച്ചേരും. ഏതാണ്ട് ഇന്ന് ഈ നാമനിർദ്ദേശ പത്രിക ഒന്നാം ഘട്ടം സമർപ്പിക്കുന്നതിനുള്ള അവസാന ദിനമാണ്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 20 ഇന്നിരിക്കെ ഇതിനോടകം തന്നെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു വ്യക്തമായ ചിത്രത്തിലേക്ക് ബീഹാർ കടന്നിരിക്കുന്നുവെന്ന് തന്നെ പറയാം. ഇന്നലെ BJPയുടെ പ്രചരണ പരിപാടികൾ ആരംഭിച്ചു. ഇന്ന് എല്ലാ പാർട്ടികളും കൂടുതൽ ശക്തമായി പ്രചരണ പരിപാടികളുമായി വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുകയാണ്. SK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.